നമ്മൾ ഈ ക്രോഷേ ഹാർട്ട് എങ്ങനെയാണ് ഇങ്ങനൊരു ഗ്രാനി സ്ക്വയർ ആയിട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ ഹാർട്ട് ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ടോട്ട് ബാഗ് അങ്ങനെ ഒരു ഹാർട്ട് പാറ്റേണിലാവും വരിക. അപ്പോൾ ഞാൻ ഈ ഗ്രാനി സ്ക്വയർ ഇനി എന്തിനാണ് ഉപയോഗിക്കുക എന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ഹാർട്ടിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹാർട്ടാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാനി സ്ക്വയർ ആക്കാൻ. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഹാർട്ടിൻ്റെ ട്യൂട്ടോറിയൽ കണ്ട് ഹാർട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഈ ട്യൂട്ടോറിയൽ കാണാം. എന്നാലാണ് സ്റ്റിച്ചസൊക്കെ കറക്റ്റ് ആവുള്ളൂ. ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കളർ യാണും പിന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു ഹുക്ക് സൈസും. അപ്പം ഞാനിവിടെ എടുത്തുള്ളത് 3.5 mm ആണ്. സോ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഒരു സിസേഴ്സ്, ഒരു 3.5 mm ഹുക്ക്, ഇതന്നെയാണ് ഞാൻ ഹാർട്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. പിന്നെ ഒരു ഡാർണിങ് നീഡൽ, വേറൊന്നും വേണ്ട. നമുക്ക് ഈ ഹാർട്ടിനായിട്ട് ഈ യെല്ലോ കളർ കണക്ട് ചെയ്ത് ഒരു ഹാർട്ട് ഗ്രാനി സ്ക്വയർ ആക്കി എടുക്കാം. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇടും. സപ്പോസ് സ്ലിപ്പ് നോട്ട് ഇടാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ക്രോഷ്യ ബേസിക്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യാം. എന്നിട്ട് ബേസിക്സ് നോക്കിയിട്ട് വരാം. നമ്മൾ എന്നിട്ട് ഇതിനനുസരിച്ചൊന്ന് നോക്കി കൊടുക്കാം. എന്നിട്ട് ഹുക്ക് ഊരാം. നോട്ട് ഇട്ടത് ഊരിയതിന് ശേഷം അതിവിടെ വെക്കാം. എന്നിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ടോപ്പ് ലെഫ്റ്റ് ഭാഗം, ഇതാണ് എൻ്റെ ലെഫ്റ്റ്. അപ്പോൾ ഈ ലെഫ്റ്റിൽ 4th സ്റ്റിച്ചിൽ നമ്മുടെ ഹുക്ക് ഇടണം. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. അപ്പോൾ ഞാൻ 4th നമ്മളുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സ്ലിപ്പ് നോട്ടില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കാക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് കാക്കിയതിന് ശേഷം ചെയിൻ 3 ചെയ്യാം. അപ്പോൾ 1 2 3 ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യായിട്ട് നമ്മൾ കാണാം. നമ്മൾ ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ നമ്മൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മളുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഇതാ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. അതിനുശേഷം യാണോവർ ചെയ്ത് വീണ്ടും 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ യാണോവർ ചെയ്യുക, എന്നിട്ട് ഹുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്യാം ആ സ്റ്റിച്ചിൽ. എന്നിട്ട് ഇങ്ങനെ എടുക്കാം. ഒരു 3 ലൂപ്പുണ്ട് നമ്മളുടെ ഹുക്കുമ്പോൾ. യാണോവർ ചെയ്ത് ഈ 3 ലൂപ്പിൽ കൂടെയും കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. അപ്പം ഞാൻ ചെയ്യണ പോലെ എൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് ഗ്രാനി സ്ക്വയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാ സിംഗിൾ ക്രോഷ്യ ചെയ്തു. യാണോവർ ചെയ്യാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇനി അടുത്തത് വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ ആ സ്റ്റിച്ചിലല്ലാട്ട സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണമെങ്കിൽ ഞാൻ പറയും. ഇനി അടുത്തത് ഒരു ഡബിൾ ക്രോഷ്യ ആണ്. അപ്പം അത് ചെയ്യാം. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് 2 പ്രാവശ്യം യാണോവർ ആക്കുക. അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. ഇനി 2 ലൂപ്പിൽ കൂടെ വലിക്കുക, യാണോവർ ആക്കുക, 2 ലൂപ്പിൽ കൂടെ വലിക്കുക, യാണോവർ ആക്കുക, 2 ലൂപ്പിൽ കൂടെ വലിക്കുക. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും 2 ട്രിപ്പിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ ചെയ്യാൻ പോവുകയാണ്.
ചെയിൻ 2 ചെയ്യും. ഇനി വീണ്ടും 2 ട്രിപ്പിൾ ക്രോഷേ സെയിം ഈ സ്റ്റിച്ചിക്ക് തന്നെ ചെയ്യും. മുന്നേ 2 ട്രിപ്പിൾ ക്രോഷേ ചെയ്ത അതേ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. അത് അടുത്ത സ്റ്റിച്ചിലാണ് കേട്ടോ, ഈ സെയിം സ്റ്റിച്ചിലല്ലേ. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നു. അപ്പം നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പം നമ്മൾ ഈ ചെയിൻ 1 സ്പേസിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ പകുതി ചെയ്യുന്നതാണ് അർത്ഥം. കണ്ടില്ലേ, ഇത് ഹാർട്ടിൻ്റെ ലെഫ്റ്റിലത്തെ കോർണറാണ്. നിങ്ങൾക്കും ഇതേപോലെയൊക്കെ വന്നിട്ടില്ലേ നോക്കാം. അപ്പോൾ നമുക്ക് ആ ചെയിൻ 1 സ്പേസിൽ ഇതാണ് ആ ചെയിൻ 1 സ്പേസ്, ഇതാണ് ഹാർട്ടിൻ്റെ ആ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ചിലല്ല, ആ ഒരു സ്പേസിലാണ് നമ്മൾ ഈ സിംഗിൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ വന്ന് അതേപോലെ റിവേഴ്സ് ഇങ്ങനെ പോവും, അതാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് യാൺ ഓവറാക്കുക. എന്നിട്ട് ഇവിടെ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ആ സിംഗിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സ്റ്റിച്ച് കണ്ടില്ല എന്ന് വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യും അടുത്തത്. ഇനി ഡബിൾ ക്രോഷേ കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ട്രിപ്പിൾ ക്രോഷേ ഇതാ കണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി എന്താ ചെയിൻ 2 ചെയ്യുക. വീണ്ടും 2 ട്രിപ്പിൾ ക്രോഷേ ഈ ഹോളിൽ തന്നെ ചെയ്യാം. ഈ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഈ കോർണറിൽ ചെയ്തില്ലേ അതേപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ റൈറ്റത്തെ കോർണറാണിത്. സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യണത്. കണ്ടോ, നമ്മൾ കോർണർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ നമ്മൾ ചെയ്ത പോലെ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. അതായത് ഇതിൻ്റെ അടിയിൽ ഹൈഡായിട്ട് പോകാൻ നോക്കി ചെയ്യാം. ഒരു ട്രിപ്പിൾ ചെയ്യാം. മുന്നേ ചെയ്ത അതേ പ്രോസസ്സാണ്. അത് കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം.
സ്ക്വയർ ഫോം ആയിട്ട് വരുന്നത്. പിന്നെ ഇത് ഞെളിഞ്ഞിരിക്കുന്നു, നിങ്ങൾ മൈൻഡാക്കണ്ട, ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് റൈറ്റ് കോർണർ ചെയ്യാം. അതിന് വേണ്ടി 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ സ്റ്റിച്ചിൽ, തൊട്ടടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ. അപ്പം അതിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഒരെണ്ണം കൂടി ചെയ്യാം. സെയിം സ്റ്റിച്ചാണ്. ഇനി ചെയിൻ 2 ചെയ്യാം. 1 2. ഇനി സെയിം അതേ സ്റ്റിച്ചിൽ തന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. നമ്മളുടെ റൈറ്റ് കോർണറും ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതാണ് നമ്മളുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണ സ്റ്റിച്ച്. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഈ 2 സ്റ്റിച്ചും കൂടിയിട്ട് ഒന്നാക്കാം. ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്യാം. നമ്മൾ ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ഈ ഡിക്രീസ് ചെയ്യുന്നത്. നമ്മൾ യാൺ ഓവറാക്കി വലിക്കുക, എന്നിട്ട് 2 കൂടെ എടുക്കുക, 2 ലൂപ്പിൽ കൂടെ, എന്നിട്ട് നിങ്ങൾ വീണ്ടും യാൺ ഓവറാക്കി തൊട്ട് അടുത്ത സ്റ്റിച്ചിലിടാം. കാരണം നമ്മൾ 2 സ്റ്റിച്ചും കൂടി ഒന്നാക്കിയാണല്ലോ, അപ്പോൾ അതൊരു ഡിക്രീസാണ്. ഇപ്പം 4 ലൂപ്പുണ്ട് നമ്മളിവിടെ. യാൺ ഓവറാക്കിയിട്ട് 2 കൂടെ എടുക്കാം, 2 ലൂപ്പിൽ കൂടെ എടുക്കാം. ഇപ്പോൾ 3 ലൂപ്പായി. ഇനി യാൺ ഓവറാക്കി 3 ലൂപ്പിൽ കൂടെ എടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അപ്പം നമുക്ക് സെൻറ്ററിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഫുൾ ചെയ്തെടുക്കാം. ഇനി നോർമലായിട്ട് ഡബിൾ ചെയ്യാം. അപ്പം ഇത് മേ ബി കുറച്ച് ഓക്കെ. നമ്മൾ ചെയ്തു. ഇനി നേരത്തെ പോലെ നമുക്ക് ഈ 2 സ്റ്റിച്ചും കൂടി ഒന്നാക്കാം ഡബിൾ ക്രോഷ്യ വെച്ച് തന്നെ. അപ്പോൾ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി 2 ലൂപ്പിൽ കൂടെ വലിക്കാം, എന്നിട്ട് പോസ് ചെയ്യാം, എന്നിട്ട് യാൺ ഓവറാക്കി അടുത്ത സ്റ്റിച്ചിലോട്ടിട്ട് നമുക്ക് 2 ലൂപ്പിൽ കൂടെ വലിക്കാം. ഇനി നമുക്ക് യാൺ ഓവറാക്കി 3 ലൂപ്പിൽ കൂടെ വലിക്കാം. അപ്പോൾ നമ്മളുടെ ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ലൂപ്പല്ല, സെയിം സ്റ്റിച്ച്, സോറി. ഇനി നമുക്ക് ഈ 2 ഡബിൾ ക്രോഷ്യയുടെ ഈ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ തുടങ്ങിയോടത്ത് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആ സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നാലാണ് നമുക്ക് ഇപ്പോഴത്തെ സൈഡിലുള്ള പോലത്തെ ഒരു കോർണർ കിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ 3ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം.
നമ്മൾ അങ്ങനെ നമ്മുടെ റൗണ്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് റൗണ്ട് 2 കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ആവും. അപ്പോൾ 9 സ്റ്റിച്ചില്ലേന്ന് എല്ലാ സൈഡും ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് എണ്ണി നോക്കാം. അപ്പോൾ നമുക്ക് 9 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് കടക്കാനായിട്ട് ചെയിൻ 3 ചെയ്യാം. 3. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ ചെയിൻ 2 സ്പേസിൽ വേണം ചെയ്യാൻ. ഒരു ഡബിൾ ക്രോഷ്യ, ഇനി ഇവിടെ ഉള്ള സ്റ്റിച്ച് ഇവിടെ ചെയ്യാൻ മറക്കരുത്. 9 സ്റ്റിച്ചാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഈ സ്റ്റിച്ച് കൂട്ടിയിട്ട് 9 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ എല്ലാ സ്റ്റിച്ചും ചെയ്യാൻ മറക്കരുത്. ഓരോ സൈഡിലും 9 ഡബിൾ ക്രോഷ്യസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു സൈഡ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഈ സ്റ്റിച്ചിനും കൂടി ചെയ്യണം. അപ്പം നിങ്ങൾ ഈ സ്റ്റിച്ചിലും കൂടി ചെയ്യാൻ മറക്കരുത്. ഈ സ്റ്റിച്ചിൽ ചെയ്യാൻ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ആ കോർണറിൻ്റെ അടുത്താണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യാം. ഇനി 9 സ്റ്റിച്ചിലേന്ന് എണ്ണി നോക്കാം. ഇവിടുന്ന് ഈ 2 ഡബിൾ ക്രോഷ്യ കൂട്ടാതെ എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9. 9 ഉണ്ട്. ഇനി 2 ഡബിൾ ക്രോഷ്യ ഈ ചെയിൻ 2 സ്പേസിലോട്ട് ചെയ്യാം. 1 2. നമ്മൾ 2 DC ചെയ്തു. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്യാം. 1 2. ഇനി 2 DC ഈ ഹോളിലോട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ. 1 ഒരു DC ചെയ്തു. ഇനി രണ്ടാമത്തെ DC. ഈ ഭാഗത്ത് എണ്ണുമ്പോൾ 9 സ്റ്റിച്ചും 2 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയിൻ 2, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ഈ ഹോളിൽ. അങ്ങനെ ഉണ്ടാക്കണം. എന്നുവെച്ചാൽ 9 സ്റ്റിച്ച് കൂടാതെയാണ് ഈ 4 ഡബിൾ ക്രോഷ്യ കോർണറിൽ വരുന്നത്. ഇങ്ങനെ ഈ 2 കോർണറും അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ആക്കുക. ഈ റോയിൽ 9 സ്റ്റിച്ചസ് ഇല്ലെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സ്റ്റിച്ച് മിസ് ചെയ്യാണ്ട് നോക്കാം. കുറച്ചും കൂടി മനസ്സിലാവാൻ ഞാൻ പറയണം. അപ്പോൾ ഈ 2 ഡബിൾ ക്രോഷ്യ കൂട്ടാൻ ഇവിടെ നിന്നാണ് 1 2 3 4 5 6 7 8 9. കണ്ട 9 ഡബിൾ ക്രോഷ്യസ് ആയിട്ട് ഇങ്ങനെ വേണം ഇനി നോക്കാൻ. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ കോർണർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ഈ ഒരു ഹോളിലോട്ട് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളെ ലാസ്റ്റത്തെ കോർണറാണ്.
ഫോം ചെയ്യുന്നത്. 1 2 ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയിൻ 2 ചെയ്യാം. 1 2 ഇനി അത് ഇവിടത്തോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ കോർണർ കൂടി റെഡിയായി. നമ്മളുടെ 4 കോർണറും റെഡിയായി. ഇതാണ് നമ്മുടെ ലവ് ഗ്രാൻഡി സ്ക്വയർ, ലൈക്ക് ഹാർട്ട് ഗ്രാൻഡി സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഈച്ച് സൈഡിലും 13 സ്റ്റിച്ചസ് ഉണ്ടാവും. എല്ലാ സൈഡിലും 13 സ്റ്റിച്ചസ് ഉണ്ടാവും. അത് ഞാൻ കട്ട് ചെയ്യാൻ മുന്നേ പറയാൻ മറന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഓരോ സൈഡിലും നിങ്ങൾ 13 സ്റ്റിച്ചസ് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുക. അതാകുമ്പോൾ പെർഫെക്റ്റ് ഇത് കിട്ടുമല്ലോ. ഇനി നമുക്ക് ഇത് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. നമുക്ക് സിസേഴ്സ് എടുക്കാം. കുറച്ച് ലോങ്ങിൽ കട്ട് ചെയ്യാം. നമുക്ക് എൻഡ്സ് ലാസ്റ്റ് വീവിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി എൻഡ് ഹൈഡാക്കാം. വീവിൻ ചെയ്ത ഇതാണ് നമ്മുടെ ബാക്ക്. ഇത് നിങ്ങൾ വീവിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉള്ളിലത്തെ ഭാഗമാണ്. നമ്മളെന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഉള്ളിലാണ് വരുള്ളൂ. ഇതിങ്ങനെ ആയിരിക്കും വരാം. ഇതിൻ്റെ എൻഡ്സൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഡാർണിങ് നീഡിൽ വേണം. അതുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എൻഡും ഹൈഡാക്കണം. സോ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഷേപ്പ് നല്ലത് ബ്ലോക്ക് ചെയ്താൽ റെഡിയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി ഹൈഡാക്കിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രാൻഡി സ്ക്വയർ. ഇത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരും. ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റീമൊക്കെ ചെയ്ത് ഇങ്ങനെ നിർത്തി പിൻ ചെയ്ത് വെച്ചാൽ നല്ലൊരു ഷേപ്പിൽ വരും. അപ്പോൾ അല്ലെങ്കിൽ ബുക്കിനിടെ വെച്ച് എങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ ബ്ലോക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.